ഹായ് ഫ്രണ്ട്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെ തയ്യാറാക്കിയതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു ചതവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ജീരകം ഇതെല്ലാം കൂടെ കേട്ടോ ഞാനൊന്ന് ചതച്ചിട്ടുള്ളത്. അതൊന്ന് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മീൻ മസാല എന്നിവയെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല റെഡി ആയതിനു ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിവെള്ളം ചേർക്കുന്ന സമയത്ത് മീൻ കറി ആകുമ്പോൾ അത്യാവശ്യം പുളിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്, ചുടുവെള്ളം തന്നെ ചേർക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ചൂരമീനാണ്. നമുക്ക് ഏത് മീൻ വെച്ചിട്ട് ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന മീനിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റിലൊരു മാറ്റം ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. ഏത് മീൻ ഇതുപോലെ ചെയ്താലും വളരെ ടേസ്റ്റിയാണ്. ചൂരമീനാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടായിട്ട് ഞാനിതാ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വീട്ടിലുണ്ടായിട്ടുള്ള മല്ലിച്ചപ്പാണ് കേട്ടോ, അതും അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് വറ്റിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.